കുറേ പേരുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ്, ഡോക്ടറെ ഞാൻ IVF ചെയ്തു, 1 തവണ ചെയ്തു, 2 തവണ ചെയ്തു, പരാജയപ്പെട്ടു, ഇനി കുട്ടി എന്നുള്ളൊരു സ്വപ്നം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ആദ്യം അറിയേണ്ടത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ IVF ചെയ്യേണ്ടി വന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഉള്ള ഉത്തരം അറിയാം. 2 ആഴ്ച മുന്നേ നടന്നൊരു കാര്യമാണ്. AMH 0.4. ഞാൻ അയാൾക്ക് പറഞ്ഞു, ഇനി പ്രഗ്നന്റ് ആവാൻ നോർമലി വളരെ സാധ്യത കുറവാണ്, അണ്ടങ്ങൾ തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ നമുക്ക് IVF കഴിഞ്ഞാലും തന്നെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം വേറൊരാൾ തീരുമാനിക്കുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. എനിക്ക് അടുത്തൊരു ഉദാഹരണം ഉണ്ട്. ഒരു 3 IVF, 2 എക്വിറ്റീവിലും 3 എംബ്രിയോ ട്രാൻസ്ഫർ പരാജയപ്പെട്ട ഒരു വ്യക്തി ഇപ്പം പോസിറ്റീവായി, IUIയിലൂടെ പോസിറ്റീവായി. ഓർമ്മയിൽ തന്നെ ഓൾമോസ്റ്റ് 10 അടുപ്പിച്ച് ആൾക്കാർ പോസിറ്റീവായി. 4 IVF കഴിഞ്ഞ ഒരാൾ, ഒരു ബോംബെയിലെ ഒരു വ്യക്തി പോസിറ്റീവായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 3 IVF കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഞാൻ കണ്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് എന്തിന് IVF ചെയ്തു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനം. അപ്പം IVF കഴിഞ്ഞ ഒരാളും പൂർണ്ണമായിട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു IVF ചെയ്ത് നോക്കാവുന്നതാണ്, അണ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നോർമലിയും ചില കണ്ടീഷൻസിൽ, ഞാനിപ്പം പറഞ്ഞ പോലെ ചില കണ്ടീഷൻസിൽ നോർമലിയും ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതൊക്കെ തീരുമാനിക്കേണ്ട നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറായിരിക്കും. അപ്പം ആ ഡോക്ടർ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ.